ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. കൈതക്കുഴി സെന്റ് തോമസ് മാർത്തോമ യുവജന സഖ്യത്തിന്റെ ആഭിമുഖ്യത്തിൽ നടത്തിവരുന്ന ലണ്ട് ഡിവോഷന്റെ 5ാം ഞായറാഴ്ചയിലേക്ക് ഏവർക്കും സ്വാഗതം. നോമ്പുകാലം ദൈവവചനത്തിലൂടെയും പ്രാർത്ഥനയിലൂടെയും സ്വയം പരിശോധിക്കുന്ന കാലമാണ്. ഉള്ളിലെ കുറവുകളെ കണ്ടെത്തുകയും ദൈവിക ദർശനങ്ങളെയും ദൈവത്തിന്റെ സ്വപ്നങ്ങളെയും തിരിച്ചറിഞ്ഞ് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുത്തുന്നതിനുള്ള സമയമാണ്. വലിയ നോമ്പിന്റെ 5ാം ഞായറാഴ്ചയിൽ ശബത്ത് എന്ന ആത്മീയ ദർശനത്തെക്കുറിച്ച് ചിന്തിക്കുകയും ചെയ്യുന്ന ദിവസമാണല്ലോ. ഈ വിഷയം ധ്യാനിക്കുന്നതിന് തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 13ാം അധ്യായം 10 മുതൽ 17 വാക്യങ്ങളാണ്. ഒരു ശബത്ത് നാളിൽ ആരാധനയ്ക്ക് വന്ന 18 സംവത്സരമായി കൂനിയായ സ്ത്രീയെ പറ്റി പറയുന്നു. ആ സ്ത്രീയെ യേശുക്രിസ്തു സൗഖ്യമാക്കുന്നതും അതിനെ തുടർന്ന് പള്ളി പ്രമാണിയുടെ നീരസത്തെ പറ്റിയും ഇവിടെ പ്രതിപാദിക്കുന്നു. യേശുക്രിസ്തു കൂനിയായ സ്ത്രീയെ സൗഖ്യമാക്കുന്നതിലൂടെ ശരിയായ ആത്മീയതയെക്കുറിച്ചാണ് നാം ഇവിടെ കാണുന്നത്. ശബത്താചരണം ഏറെ അർത്ഥവത്താക്കി തീർക്കുന്നതിന് നമ്മെ സഹായിക്കുന്ന ആഴമായ ഉൾക്കാഴ്ചകളാണ് ഈ വേദഭാഗത്തിലൂടെ ക്രിസ്തു നമ്മെ പഠിപ്പിക്കുന്നത്. യേശുക്രിസ്തു ആ കൂനിയായ സ്ത്രീക്ക് സൗഖ്യം നൽകി. ഈ സൗഖ്യദായക ശുശ്രൂഷയിൽ കേവലം ശാരീരിക സുഖത്തിനപ്പുറം സമ്പൂർണമായ വിടുതലും സ്വസ്ഥതയും സൗഖ്യവും ഈ സ്ത്രീക്ക് അനുഭവിക്കാൻ സാധിച്ചു. ശബത്ത് ജീവന്റെ പുതുക്കവും പുതുജീവന്റെ അടയാളവും ദൈവജനത്തിന് നൽകുന്ന സമയം കൂടിയാണ്. ശബത്താചരണം, മതം, ആത്മീയത എന്നിവയെക്കുറിച്ച് ക്രിസ്തുവിന്റെ വീക്ഷണം വ്യത്യസ്തമായിരുന്നു. ഈ നോമ്പ് കാലത്ത് നമ്മുടെ ആത്മീയവും മതവും ഭക്തിയും എപ്രകാരമായിരിക്കണമെന്നും സ്വയം പരിശോധിക്കുന്നതിനും അവയ്ക്ക് തിരുത്തലുകൾ ആവശ്യമുണ്ടെങ്കിൽ ദൈവഹിത പ്രകാരം തിരുത്തുന്നതിനുമുള്ള സമയം കൂടിയാണ്. അതിന് ഈ വേദഭാഗം നമ്മെ സഹായിക്കുന്നു. ക്രിസ്തുവിന്റെ വീക്ഷണവും സാധാരണ മനുഷ്യരുടെ വീക്ഷണവും തമ്മിൽ ഏറെ വ്യത്യാസമുണ്ട്. ക്രിസ്തുവിന്റെ വീക്ഷണത്തിൽ മതവും ആരാധനയും എല്ലാം സാമുദ്രികമായ വിമോചനത്തിന് വേണ്ടിയുള്ളതാണ്. എന്നാൽ സുനഗോഗ് അധികാരികളെ സംബന്ധിച്ച് മതം അച്ചടക്കമുള്ള വ്യവസ്ഥാപിക സംവിധാനമാണെന്നാണ് അവരുടെ ധാരണ. പള്ളിയും ആരാധനയും എല്ലാം എപ്രകാരമാണ് ഒരു മനുഷ്യന് പുതുജീവൻ നൽകുന്നതെന്ന് ഈ വേദഭാഗത്തിലൂടെ നമുക്ക് കാണാൻ കഴിയും. ആരാധന ബന്ധനങ്ങളിൽ നിന്നുള്ള അനുഭവമായി മാറണം. അപ്രകാരം ആത്മീയ അനുഭവം നമുക്കുണ്ടാവണം. നമ്മുടെ കൂട്ടായ്മകളിലൂടെയും ഇടപെടലുകളിലൂടെയും നമ്മുടെ ചുറ്റുമുള്ള ആളുകൾക്ക് പുതുജീവൻ പകരുന്നതിനും ബന്ധനങ്ങളിൽ നിന്നും വിമോചിപ്പിക്കുന്നതിനും നമുക്ക് സാധിക്കണം. അപ്രകാരം ഈ ദൈവവചനത്തെ പറ്റി കൂടുതൽ പഠിക്കുന്നതിനും ആലയത്തെക്കുറിച്ച് മനസ്സിലാക്കുന്നതിനും ഈ നോമ്പുകാലം നമുക്കിടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.